നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2023 +2 സുഗമ ഹിന്ദി ക്വസ്റ്റ്യൻ മോഡലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മാർച്ച് 23 എല്ലാവർക്കും ആനുവൽ എക്സാം ആണ് അല്ലേ? അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുന്നുണ്ടാകും. അപ്പോൾ എന്തായാലും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ചോദ്യപേപ്പർ കൂടി എല്ലാവരും നന്നായി പഠിച്ചിട്ട് വേണം പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ വേർഡ് ആണ്. ബേटे के नाम किस विधा की रचना है? पत्र. शोले फिल्म का निर्देशक है रमेश सिप्पी. 7वें विश्व हिंदी सम्मेलन का उद्घाटन किसने किया? सूरीनाम के राष्ट्रपति ने. स्कूटर वाला जीविका कैसे चलाता था? स्कूटर चलाकर. 5 मजदूरनी किसका सपना देखती है? विस्तृत घर का. അടുത്തൊരു കവിത കൊടുത്തിട്ടുണ്ട്. ആ കവിത വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഉൻവേഡ് ചെയ്തതിന് ശേഷം കവിതയുടെ ആശയം എഴുതുക. हे फूल तो अन्य है इस छोटी बहन के लिए, इससे बढ़कर पुण्य फला क्या है? तुझे चढ़ाकर फला अब क्या पाऊँ मैं? खाली हाथ आगे बढ़ जाता हूँ मैं, मेरे हाथ से क्या दिन स्वर धीमा होता जाता है. इन पंक्तियों के कवि ONV कुर्प. कवि किसको लड़की का अन्न मानता है? फूल को. कुमुद फूल बेचने वाली लड़की कविता की आस्वादन टिप्पणी. मलयालम के लोकप्रिय कवि ONV कुरुप. उनका प्रमुख काव्य है गोदम्ब मणिകൾ. इसकी एक कविता है आंबलपू विल्कुन्न पेൺകുട്ടി. इनका हिंदी अनुवाद है कुमुद फूल बेचने वाली लड़की. इसमें कवि बताते हैं कि गरीबों की सेवा ही ईश्वर की पूजा है. कवि एक बार गोवा के प्रसिद्ध श्रीमंगेश मंदिर गए. वहाँ कुमुद सरोवर था. उसके समीप कुमुद फूल बेचने वाली कुछ लड़कियाँ थी. वे कह रही थी, मेरे हाथ से ले लो, मेरे हाथ से ले लो. कवि की दृष्टि उनसे एक लड़की पर पड़ी. वह दुबली पतली थी. उसका मुख मुरझाया हुआ था. वह दीन स्वर में प्रार्थना कर रही थी. कवि ने फूल के दाम के रूप में एक सिक्का उसे दिया. कवि को लगा कि फूल ही लड़की का अन्न है, उसकी भूख मिटाने से पुण्य मिलेगा. फूल को नैवेद्य के रूप में चढ़ाना व्यर्थ है. वे बिना फूल लिए खाली हाथ आगे बढ़ते हैं. कविता में गरीबों की विवशता का वर्णन हुआ है. कवि की प्रगतिशील आशाओं के प्रचार में कविता सफल बनी है. कविता की भाषा ഭാവാനുകൂൽ है. അപ്പോൾ കുമുദ് ഫൂൽ ബേച്ചനെ വാലി പെൺകുട്ടി എന്ന കവിതയുടെ കുറച്ച് ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത് കുറച്ച് ഇംഗ്ലീഷ് വാക്ക് കൊടുത്തിരിക്കും, അതിൻ്റെ ഹിന്ദി. അറ്റ്മോസ്ഫിയർ വായുമണ്ഡൽ, ബയോ കെമിസ്ട്രി ജൈവ രസായൻ, കൊമേഴ്സ് വാണിജ്യ, എനർജി ഊർജ, ജോഗ്രഫി ഭൗതികി, ഫിസിക്സ് ജോഗ്രഫി ഭൂഗോൾ തെറ്റിപ്പ്, ഫിസിക്സ് ഭൗതികി, സാറ്റലൈറ്റ് ഉപഗ്രഹ, വൈറസ് വിഷാണു. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു പോകുന്നുള്ളൂ, അതിൻ്റെ മലയാളമൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ മലയാളം വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ തരുന്നതാണ്. 10ാമത്തത് ഫിർ വഹി ഹുവാ ജിസ്കാ ഡർ താ ഹമാരാ ഖർജ ആദാ കർ ദിയാ ഗയാ, കൈദിയോं का खर्च क्यों आधा कर दिया गया. ഈദ് കാ ദിൻ കുച്ച് മുസൽമാൻ ബഹാദുർ ഷാ ജഫർ സെ മിൽനെ ആയെ. അപ്പോൾ ഈദ് ദിവസം കുറച്ച് മുസ്ലിംസ് എന്ത് ചെയ്തു, ബഹാദുർ ഷായെ കാണാൻ വേണ്ടി വന്നിരുന്നു. അത് പത്രാണ് അല്ലേ, മകള് അച്ഛൻ എഴുതുന്ന കത്ത്. ഉനോനെ ജഫർക്കോ കുച്ച് തോഫെ ദിയെ. അദ്ദേഹം എന്ത് ചെയ്തു, ജഫറിന് കുറച്ച് ഗിഫ്റ്റ് കൊടുത്തു. ഇസ്കെ ബദലേ മേ ജഫറിനെ ഉനെ മാലിക കാ ഹാർ ദിയ. അതിന് പകരമായിട്ട് മല്ലികയ്ക്ക് എന്ത് ചെയ്തു, ഒരു മാല കൊടുത്തു. അംഗ്രേസോനെ സോച്ചാ കി മുഗളോ കെ പാസ് ജവാഹരത്ത് ബഹുത്ത് സ്യാദാ ഹെ. ഇത് കണ്ട ബ്രിട്ടീഷുകാർ ചിന്തിച്ചു, ഇവരുടെ കയ്യിൽ ഇനിയും ഒരുപാട് ആഭരണങ്ങളുണ്ട്. ഇസ്ലിയെ ഉൻകാ ഖർച്ച് ആദാ കർ ദിയ. അതുകൊണ്ട് അവരെ ചിലവ് എന്ത് ചെയ്തു, കുറച്ചു കൊടുത്തു. 11 पारामारिबो शहर सूरीनाम नहीं, एक भारतीय शहर जैसा लग रहा है. पारामारिबो शहर लेखक ഹിമാംശു ജോഷിക്കോ ഭാരതീയ ഷഹർ ജൈസ ക്യൂ ലഗ. അപ്പോൾ ഹിമാംശു ജോഷിന് എന്തുകൊണ്ടാണ് ഭാരതീയ ഷഹറായിട്ട് സൂരിനാം തോന്നിയത്. അപ്പോൾ സൂരിനാം പോയപ്പോൾ അവിടെ മുഴുവനും ഭാരതീയ സംസ്കാരം പോലെയാണ് തോന്നിയത്. ശരിക്കും ഒരു ഭാരതീയ മണ്ണിൽ വന്നതുപോലെയായിരുന്നു സൂരിനാമിലെ അന്തരീക്ഷം. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാനുള്ള കാരണം? सूरीनाम को आबादी के 37% लोग ഭാരതീയ മൂൽക്കെ ഹെ. അവിടുത്തെ 33% ആളുകൾ ഭാരതീയ സംസ്കാരത്തെ അതേപോലെ പാലിക്കുന്ന വ്യക്തികളായിരുന്നു. സർവസ്വ ഭാരതീയ ദിഖ് രഹെ. എവിടെ നോക്കിയാലും അവിടെ ഭാരതീയരേ ഉള്ളൂ. വേ ഹിന്ദി ബോൾനെ
വാലി ഫി അവർ ഹിന്ദി സംസാരിക്കുന്നു. ഇസിലെ ലേഖകോ പാരാമാരിബോ ഷെഹർ ഏക്ക് ഭാരതീയ ഷെഹർ ജൈസ ലഗ. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് അവിടെ ഹിന്ദി സംസാരിക്കുന്നു. അവിടുത്തെ ആളുകളുടെ രീതിയും കൾച്ചറെല്ലാം ഒരേ രീതിയിലായിരുന്നു. കാരണം ഭാരതത്തിലെ ആൾക്കാരുടെ രീതി എങ്ങനെയായിരുന്നു അതേപോലെയായിരുന്നു. സെമീൻ ഏക്ക് സ്റ്റേറ്റ് കാ നാം ഹെ ആത്മകഥാംശ മേ ദോ ബിദായ ഹെ വേ കോൺ കോൺ ഹെ. ഇപ്പോൾ സെമീൻ എന്നുള്ളത് ഇപ്പോൾ തറ എന്നുള്ളത് ഒരു സ്റ്റേറ്റിൻ്റെ പേരാണ്. അപ്പോൾ ആ ആത്മകഥാംശയിൽ കവിക്കിവിടെ രണ്ട് വേർപാടാണ് അനുഭവപ്പെടുന്നത്. ഒന്ന് മകളുടെ വിവാഹവും, രണ്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ധരിക്കുന്നത് മോശപ്പെട്ടു പോകുന്നത്, അതായത് കൈമാറ്റം പോവുകയാണ്, അവിടെ രജിസ്ട്രേഷൻ നടക്കുകയാണ്. അപ്പോൾ അത് രണ്ടും കവിക്ക് വളരെ ദുഃഖകരമായിട്ടാണ് തോന്നിയത്. ബേട്ടി കി വിദായി ഓർ സെമീൻ കി വിദായി, മകളുടെ വേർപാടും പിന്നെ തൻ്റെ ഭൂമി നഷ്ടപ്പെടുന്നത്. മുർഗി കിസ്കെ സാത്ത് ഭാഗായി, മുർഗി ആരോടൊപ്പമാണ് ഒളിച്ചോടിയത്. വഹ് ലടുക്ക ക്യാ കാം കർത്താത്ത, ആ പയ്യൻ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്. മുർഗി ഏക്ക് ഷഹരി ലടുക്കയൊക്കെ സാത്ത് ഭാഗെ, മുർഗി എന്ത് ചെയ്തു, ഒരു ടൗണിൽ ഒരു പയ്യനുമായിട്ട് ഒളിച്ചോടി. വഹ് ലടുക്ക ബാസാർ കെ ഹോട്ടൽ മേ കാം കർത്താത്ത, ആ പയ്യൻ അവിടുത്തെ മാർക്കറ്റിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. അടുത്ത 14-ാമത്തത്. मेरी ओर बढ़ाते फूल और उसके मुखड़े दोनों को देखा मैंने, कवि ने क्या क्या देखा, कवि എന്തൊക്കെയാണ് കണ്ടത്. लड़की कवि की ओर कुमुद फूल बढ़ा रही थी, कवि ने इन फूलों को और उस लड़की के मुख को देखा. അപ്പോൾ ഇവിടെ കുമുദുക്ക ഫൂൽ ബേച്ചിനെ വലിയ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോൾ വളരെ ദയനീയമായി, ആ കുട്ടിയുടെ കയ്യിലിരുന്ന പൂവും വാടിയിരിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ മുഖവും വാടിയിരുന്നു. അപ്പോൾ കവിക്ക് തോന്നിയത് രണ്ടും ഒരേപോലെ വാടിയിരിക്കും. അപ്പോൾ പെൺകുട്ടി ഈ പൂ വിറ്റുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് അത്രയും സമയമായിട്ടും ആരും തന്നെ പൂവൊന്നും വാങ്ങിയില്ല. അപ്പോൾ അതിൽ വിഷമിച്ച് ദുഃഖത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് കവി വർണ്ണിക്കുന്നത്. ഇനി പാരഗ്രാഫ് തന്നിട്ട് തന്നെ വിപുലീകരിച്ച് എഴുതാനുള്ളതാണ്. जन्म 1930, जन्मस्थान वर्तमान पाकिस्तान के रावलपिंडी में, विशेषतः हिंदी के प्रमुख कवि एवं गीतकार, सर्वप्रथम फलात्मी फिल्म के लिए गीत लिखे, करीब 4000 गीत लिखे, पुरस्कार फिल्म फेयर तथा AALA पुरस्कार, मृत्यु 2002. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ आनंद बख्शी हिंदी के प्रमुख कवि एवं गीतकार है, उनका जन्म 1930 में वर्तमान पाकिस्तान के रावलपिंडी में हुआ. उन्होंने करीब 4000 फिल्मी गीत लिखे. उनका सर्वप्रथम गीत फला आदमी फिल्म के लिए था. वे फिल्म फेयर तथा AAFA पुरस्कारों से सम्मानित हुए. 2002 में उनकी मृत्यु हुई. അടുത്ത ഹൈക്കു കവിതയാണ്. 3 വരിയേ ഉള്ളൂ, പക്ഷേ അതിൽ ഒരുപാട് ആഴത്തിലേക്ക് ചിന്തിക്കുന്ന കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഹൈക്കു ജാപ്പാനി കവിത രൂപ ഹെ, ഹിന്ദി മേ ഹി ഹൈക്കു മിൽത്താ ഹെ. പ്രസ്തുത ഹൈക്കു ഭഗവത് ശരൺ അഗർവാൾ കാ ഹെ. അപ്പോൾ ഹൈക്കു ജാപ്പാനി കവിതയുടെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഹിന്ദി മേ ഹി ഹൈക്കു മിൽത്താ ഹെ, ഹിന്ദി കവിതകളിൽ ഹൈക്കു കാണാറുണ്ട്. ഹമാരെ ജീവൻ മേ മെഹ്മാൻ ബൻകർ ബൂട്ടാബ ആത്ത ഹെ. അപ്പോൾ കവി പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും അതിഥിയായിട്ട് ആര് വരാറുണ്ട്, വാർദ്ധക്യം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രായത്തിലും ഓരോ ഘട്ടത്തിലും എന്തെങ്കിലും ജീവിക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ ശിശുവായിരുന്നു, പിന്നെ യൗവനമായി, പിന്നെ യുവാവായി, പിന്നെ വാർദ്ധക്യത്തിലേക്ക് വരുന്നു. ലേക്കിന് കോയി ഉസേ സ്വീകാർ നഹി കർത്ത, ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാലമാണ് വാർദ്ധക്യകാലം. കവി कहता है कि परिवर्तन प्रकृति का नियम है, മാറ്റങ്ങൾ പ്രകൃതിയുടെ നിയമമാണ്. ഹമേ ഉസേ സ്വീകാർ കർണ ഹോഗ, നാം അത് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. പരിവർത്തനവും കോ സ്വീകാർ കർണ ഹമാര കർത്തവ്യ ഹെ, ഓരോ കാലഘട്ടങ്ങളെയും ഓരോ മാറ്റങ്ങളെയും സ്വീകരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. പ്രസ്തുത ഹൈക്കോമേ ഇസ്ക സന്ദേശം മിൽത്താ ഹെ, ഈ കവിതയിൽ ഇത്തരത്തിലൊരു സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന 16 ക്വസ്റ്റ്യൻ്റെ ആൻസറും എല്ലാവർക്കും മനസ്സിലാകുമെന്ന് തോന്നുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.